5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം നിരവധി വർഷങ്ങൾ നമുക്ക് വരൾച്ചയുണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. വെള്ളപ്പൊക്കം ചിലപ്പോൾ പ്രളയവുമായിട്ടുണ്ട്. പക്ഷേ 1924 പ്രളയം കഴിഞ്ഞ് 99 പ്രളയം കഴിഞ്ഞതിന് ശേഷം അത് കണ്ടൊരു തലമുറ ഇല്ല, പിന്നെ പോയല്ലോ. ആ തലമുറയൊക്കെ പോയതിനു ശേഷം 2018 നമ്മൾ എത്ര മരണമാണ് നമുക്ക് സംഭവിച്ചത്, എന്തുമാത്രം ദുരിതങ്ങളാണ് സംഭവിച്ചത്. ഭക്ഷണത്തിന് വേണ്ടി നല്ല സമ്പത്തുള്ള കാശുള്ള വലിയ വീട് വെച്ചിട്ടുള്ള കോഴഞ്ചേരിയിൽ അടക്കമുള്ള ആളുകൾ പമ്പാ നദിയിലെയും അച്ചൻകോവിലാറിലെയും കല്ലടയാറിലെയും ഒക്കെ വെള്ളം ഉയർന്ന് വലിയ കെട്ടിടങ്ങളുടെ മൂന്നാമത്തെയും രണ്ടാമത്തെയും നിലയിൽ കയറുന്നത് ഭക്ഷണപ്പൊതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും പൊതികൾ ആകാശത്ത് ഹെലികോപ്റ്ററിൽ നിടുമ്പോൾ വാങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടവരാണ്. വലിയ പ്രതിസന്ധിയാണ് മഴ നമുക്കിപ്പോൾ. പ്രളയത്തിൻ്റെ രൂപത്തിൽ നമ്മെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നിരുന്നുവെങ്കിൽ അതിനുശേഷം 2018 പ്രളയത്തിൻ്റെ രൂപത്തിലാണ് മഴ നമ്മെ ഉപദ്രവിച്ചിരുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിലേക്ക് മാറി. വയനാടിലെയും കോഴിക്കോടെയും പിന്നെ ഇടുക്കിയിലെയും പാലക്കാടെയും ഒക്കെ മലയോരങ്ങളിൽ പശ്ചിമഘട്ട മലനിരകൾ, പ്രത്യേകിച്ച് വയനാടിൽ കവളപ്പാറയിൽ, പുത്തുമലയിൽ, ചൂരൽമലയിൽ ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. 400 പേരെയോ 500 പേരെയൊക്കെയാണ് ഒറ്റയടിക്ക് കൊല്ലുന്നത്. വളരെ വലിയ പ്രതിസന്ധിയാണുള്ളത്. ഈ കാലഘട്ടത്തിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വന്നത് പോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഴയുടെ കാലത്ത് പല സംഭവങ്ങൾ ഉണ്ടാകാം. ഒന്ന്, കറണ്ട് പോകാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണായാലും ടോർച്ചായാലും ലൈറ്റായാലും ഇൻവെർട്ടർ ആയാലും എല്ലാം പരമാവധി കറണ്ട് വരുന്ന സമയത്ത് ചാർജ് ചെയ്ത് വെക്കാൻ സൂക്ഷിക്കണം. രണ്ടാമത്, അതുപോലെ തന്നെ യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ദൂരയാത്രകൾ ഏറ്റവും കുറച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് മഴക്കാലം. ടൂറുകൾ പോകരുത്. പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിൽ, മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒന്നും യാതൊരു ട്രെക്കിങ്ങോ ടൂറോ സംഘടിപ്പിക്കരുത്. നദികളിലേക്കും തോടുകളിലേക്കും കടലിലേക്കുമുള്ള ടൂറുകളും സംഘടിപ്പിക്കാൻ പാടില്ലാത്ത കാലമാണ്. വീടുകളിൽ അതുപോലെ തന്നെ എല്ലാവരും ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, വാട്സപ്പ് ഗ്രൂപ്പ്, മൊബൈൽ ഗ്രൂപ്പ്, അങ്ങനെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, കാരണം ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുവാനൊക്കെ ഉള്ള ഒരു സാധ്യത നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആവട്ടെ TV വഴിയും പത്രങ്ങൾ വഴിയും ഒക്കെ വരുന്ന എല്ലാ അറിയിപ്പുകളും അപ്പോൾ ശേഖരിക്കുകയും അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കൈമാറി. ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെയ്യില്ലായിരിക്കാം. റെഡ് അലർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓറഞ്ച് അലർട്ടായിട്ട് മാറാം. പക്ഷേ റെഡ് അലർട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ പ്രിക്കോഷനോടുകൂടി ഇരിക്കണം, മുൻകരുതലോടുകൂടി ഇരിക്കണം. ആവശ്യമായ ഭക്ഷണം നമ്മൾ കരുതി വെക്കണം. രാത്രി എന്തെങ്കിലും തീർന്നു പോയാൽ രാവിലെ പോയി വാങ്ങാമെന്ന് വിചാരിക്കരുത്. രാത്രി കഴിയുന്നത്ര ഭക്ഷണം നമ്മൾ കരുതി വെക്കണം. ഭക്ഷണം കരുതി വെക്കുക. ചെറിയ മരുന്നുകൾ, തലവേദന, പനിക്കൊക്കെ ഉള്ള ചെറിയ മരുന്നുകൾ നമ്മൾ വീട്ടിൽ കരുതി വെക്കണം. ഫസ്റ്റ് എയ്ഡ് പോലുള്ള മരുന്നുകൾ വീട്ടിൽ കരുതി വെക്കണം. ടോർച്ച് ലൈറ്റുകൾ വീട്ടിൽ കരുതി വെക്കണം. കാരണം എപ്പോഴാണ് കറണ്ട് പോവുക, ടെലിഫോൺ സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമായ മുൻകരുതൽ. അതുപോലെ ചാനലുകൾ, വീട്ടുകളിൽ വെള്ളം, ഇപ്പോൾ വേനൽ നമ്മുടെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, തുടർച്ചയായ അങ്ങ് മഴയല്ല, മഴ കഴിഞ്ഞാൽ ഇടവേളകൾ കിട്ടുന്നുണ്ട് നമുക്ക്. ആ ഇടവേളകളിൽ നമ്മുടെ വീടുകളിലെ ചാനലുകൾ വളരെ കൃത്യമായി റെഡിയാക്കി വെക്കണം. തോടുകളിലെ മാലിന്യങ്ങൾ വാരിക്കളയണം. അത് തൊഴിലുറപ്പുകാരുണ്ട്, കുടുംബശ്രീയുണ്ട്, ഒരുപാട് ആളുകളുണ്ടല്ലോ, വലിയ റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, ഒരുപാട് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ കുട്ടികളുടെ സംഘടനകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, പരിസ്ഥിതി ക്ലബ്ബുകളുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടായ്മയിൽ പരമാവധി തോടുകളും നദികളും ഒക്കെ ശുദ്ധമാക്കി വെള്ളത്തിൻ്റെ നീരൊഴുക്ക് വളരെ പ്രധാനമാണ്. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഒരു സാഹചര്യത്തിലും മാലിന്യം വലിച്ചെറിയരുത്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പോലുള്ള ഒരു കാരണവശാലും വലിച്ചെറിയരുത്. കാരണം അതിങ്ങനെ കിടക്കുന്നത് കൂടി കൊണ്ടാണ് വെള്ളക്കെട്ട്, ബാക്കി വരുന്ന വെള്ളത്തിന് മണ്ണിലേക്ക് ഇറങ്ങാനോ ഒഴുകിപ്പോകാനോ കഴിയാതെ ഓരോ സ്ഥലങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഓടയെല്ലാം ബ്ലോക്കായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നഗരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഫ്ലാറ്റുകൾ താമസിക്കുന്നവർ മാലിന്യ സംസ്കരണം നന്നായി സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് വെള്ളം കുളിക്കുന്നത് വളരെ ശ്രദ്ധിച്ച്, കുളിക്കുന്നതിനെ സംബന്ധിച്ച് നല്ല തണുപ്പും പ്രശ്നങ്ങളുള്ളവർ കുളിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കണം. കുടിവെള്ളം കൃത്യമായി പച്ചവെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഴ, പ്രത്യേകിച്ച് പുതുമഴകൾ, 4-5 ദിവസം നിന്ന് വീണ്ടും മഴ വരുന്ന ദിവസങ്ങളിൽ പുതുമഴകൾ, തുടർച്ചയായുള്ള മഴകൾ കുറച്ച് നനഞ്ഞാലും, മഴ വന്നു പിന്നെ വെയിൽ വന്നു പിന്നെ വരുന്ന മഴകൾ, അങ്ങനെ ഇടവിട്ട് വരുന്ന വെയിലും കഴിഞ്ഞ് വരുന്ന മഴകൾ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. ആവശ്യമായ വസ്ത്രങ്ങൾ, പുതപ്പടക്കമുള്ള ആവശ്യമായ വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക. പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുക. അവരെ കുളിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഡേ ടൈമിൽ ചെയ്യുക. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നേരത്തെ ആക്കുക, ലഘു ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിക്കുക, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. പക്ഷെ അവിടെയും 6 മാസക്കാലം വലിയ ശൈത്യവും കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതിന് മുമ്പേ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുകയും പുറത്തിറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ എല്ലാ രാജ്യത്തുമുണ്ട്. കാശ്മീരിലുണ്ട്, ജമ്മുവിലുണ്ട്,
ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഇതുപോലെ കാലാവസ്ഥ മാറ്റവും കാലാവസ്ഥ പ്രശ്നങ്ങളും. 6 മാസം പുറത്തിറങ്ങാൻ മാത്രം കഴിയുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ജീവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ 24 മണിക്കൂറും 7 ദിവസവും മാസത്തിൽ 30 ദിവസവും വർഷത്തിൽ 365 ദിവസവും അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കാലാവസ്ഥയ്ക്ക് അതിൻ്റേതായ രീതികളുണ്ട്. മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, പ്രളയത്തിൻ്റെ കാലമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആരോഗ്യത്തിനും അങ്ങനെയാണല്ലോ, നല്ല കാലവുമുണ്ട് മോശം കാലവുമുണ്ട്. അതുപോലെ പ്രകൃതിക്കുമുണ്ട് നല്ല സമയമുണ്ട് മോശ സമയമുണ്ട്. മഴയെന്ന് പറയുന്നത് പ്രകൃതിയെ സംബന്ധിച്ചൊരു മോശകാലമല്ല, അതൊരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ്. കടലിൽ വെള്ളമുണ്ടെങ്കിൽ നീരാവി വരുമെങ്കിൽ സൂര്യപ്രകാശം വരുമ്പോൾ തീർച്ചയായിട്ടും അത് മഴയായി ഇവിടെ ഭൂമി വന്നല്ലേ കഴിയുള്ളൂ. അപ്പോൾ ആ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോരുത്തരും അത് ഗ്രാമങ്ങളിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നേരത്തെ ഉരുൾപൊട്ടൽ വന്നിട്ടുണ്ടോ, മണ്ണിടിച്ചിൽ വന്നിട്ടുണ്ടോ, തങ്ങളുടെ വീട് നിലനിൽക്കുന്നത് ഏത് ഭൂമിശാസ്ത്ര പ്രദേശത്താണ്, ഇതിനൊക്കെ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് മാറി താമസിക്കേണ്ടവരാണെങ്കിൽ മാറി താമസിക്കണം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചൂരൽമലയിലൊക്കെ സംഭവിച്ചത്, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും, പ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും കുറച്ച് ആളുകൾ മാറി താമസിച്ചില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയുണ്ട്. മാറി താമസിക്കാൻ പോയവർക്ക് പ്രളയം കൂടി വന്ന ഒരു സ്കൂളിലാണ് സ്ഥലം കിട്ടിയതും എന്നുള്ള 2 പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാറി താമസിക്കണമെന്ന് അധികാരികൾ പറഞ്ഞാൽ, പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ കളക്ടറുടെയോ അധികാരികൾ വന്ന് പറഞ്ഞാൽ അതിന് കൂടി സഹകരിക്കണം. കാരണം ഇതൊരു ആപത്ത് കാലമാണ്, ഒരു കഷ്ടപ്പാടിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രളയം വരാതിരിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ടും പ്രളയവും ഒക്കെ ആവുകയാണെങ്കിൽ, കാരണം പ്രളയ സാധ്യതയാണ് കാണുന്നത്, എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ മഴയുടെ സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് പ്രളയമാവാതിരിക്കട്ടെ. ഇനി പ്രളയമായാലും അത് പ്രതിരോധിക്കുവാൻ മലയാളി 2018 പഠിച്ചു. അതിൻ്റെ മിനിയാച്ചർ രൂപങ്ങൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്തു വെക്കുക.